ഈ ഒരു ബോക്സാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും പിച്ച് വെച്ചാൽ സക്സസ് ആണ്. ഓക്കെ, നമ്മളതാണ് ഈ 3 നെറ്റ്സിൽ നമ്മളതപ്പോൾ ചെയ്യാൻ പോകണം. അവരവിടെ സെയിം ചെയ്യണ സാധനം നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവുക. ഓക്കെ, നമ്മുടെ ആക്യുറസി നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുക. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബാറ്റ്സ്മാനും ഇല്ല സ്റ്റമ്പും ഇല്ല. നമ്മളിവിടെ നോക്കുമ്പോൾ ആ റെഡ് കോണാണ് നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ്. ആ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെ പിച്ച് ചെയ്താലും സക്സസ്സാണ്. ഇതിപ്പോൾ 4 വെച്ചിട്ടുണ്ട്, ഇവിടെ ഇതിൽ 5 ഇത് 4 ഇത് 3 വെച്ചിട്ടുണ്ട്, ഇത് 2 വെച്ചിട്ടുണ്ട്. ഓക്കെ, ബോൾ നൈസ്. സെയിം രണ്ടേയും സെയിം സംഭവം തന്നെ. ഫ്രണ്ടിൽ നിന്ന് റിലീസ് ചെയ്ത, കുറച്ച് മേലെ നിന്ന് റിലീസ് ചെയ്തതിന് നല്ല ലൈൻ. ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത സെയിം മിസ്റ്റേക്ക് ആയിരിക്കില്ല അടുത്ത ആളുടെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് ആയിരിക്കും. എനിക്ക് ഒരിക്കലും ഒരു 5 പേര് 6 പേര് ഒന്നിച്ച് എറിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ ആക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് ഓരോരുത്തർ ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അവർ പറഞ്ഞു തന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ബേസിക് കാര്യങ്ങളാണ്. ഓക്കെ, ബേസിക് നമുക്കൊരു ലൈനും ലെങ്ത്തും കറക്റ്റ് ചെയ്യണ കാര്യങ്ങളും നമുക്ക് എങ്ങനെ ഹിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചു തന്നെ. ഓക്കെ, ആ സാധനങ്ങൾ മൈന്യൂട്ടാണെങ്കിൽ പോലും ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കത് ഫ്യൂച്ചറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സ്പീഡ് എന്നുള്ള സാധനം നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യാം. ഓക്കെ, എപ്പോഴും വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനത്തിൽ തന്നെ, നമ്മുടെ എറിയണ സാധനത്തിൽ തന്നെ കുറച്ച് റണ്ണപ്പോ അല്ലെങ്കിൽ ആക്ഷൻ്റെ കൈൻ്റെ സ്പീഡോ അല്ലെങ്കിൽ റിസ്റ്റിൽ കുറച്ച് ഇതോ കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടാൻ പറ്റും. പക്ഷേ നമുക്ക് വേണ്ടത് കൺട്രോളാണ്. ആ കൺട്രോൾ വർക്ക് ചെയ്യാനുള്ള ഡ്രിൽസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് സ്പീഡ് കൂട്ടാം. നമ്മളാ ചെയ്യുന്ന സെയിം സാധനത്തിൽ കുറച്ചുകൂടെ എഫേർട്ടും സാധനങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കൂടി കിട്ടും. ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ വിക്കറ്റ് ഓഫ് വിക്കറ്റ് സാധനമാണ് 130 കേസ് ഉണ്ട്. നമ്മളൊരു 150 വരെ 150 വരെയൊക്കെ പോകണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ കൺട്രോളുള്ള സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബൗൺസർ വെച്ചിട്ടുണ്ട്. ഇതൊരു ആ റെഡ് കോണ് അല്ലെങ്കിൽ യോർക്കർ അല്ലെങ്കിൽ ഇത് 3 ടാർഗറ്റ് ഉണ്ട്. ഏത് വേണമെങ്കിലും ഹിറ്റ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിൽ നിന്ന് ഏരിയയിലും ഹിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആ ലൈൻ കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഒരു ബാറ്റ്സ്മാൻ നമ്മൾ കളിപ്പിക്കുന്ന ഒരു ഫീല് മനസ്സിലായോ? കുറച്ച് നമുക്ക് മേലെ നിന്ന് റിലീസ് ചെയ്താലേ ഫ്രണ്ടിൽ പോകത്തുള്ളൂ. നമ്മളിപ്പോൾ സെയിം പറഞ്ഞ കാര്യം തന്നെ. അപ്പോൾ ഷോട്ട് വീണത് എന്താ ഇവിടെ നിന്ന് റിലീസ് ചെയ്തുകൊണ്ട്. ബെറ്റർ അതന്നെ, കുറച്ചുകൂടെ ബാക്കിൽ നിറഞ്ഞു. ഇനിയിപ്പോൾ അതിനായിട്ടേ ബോഡി ഉണ്ടോ ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ ഷോട്ടാണ് എടുത്തുള്ളൂ. നമ്മൾ ഇങ്ങോട്ട് എറിയാൻ പോണ ബോൾ ഇങ്ങനെ ഇട്ട് തല ഇങ്ങനെ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് എറിയാൻ പോകണം. കുറച്ചുകൂടെ തല തരയിക്കുന്നത്. ഷോട്ട് വീഴും, ഗുഡ് ലെങ്ത്ത്, ഓർപ്പിച്ച് യോർക്കർ. ഷോട്ട് മനസ്സിലായി, ഒരു ഇതങ്ങ് മനസ്സിൽ വെച്ചാർന്നാൽ മതി. ഷോട്ട്, ഗുഡ് ലെങ്ത്ത്, ഓർപ്പിച്ച് യോർക്കർ. ആ സ്റ്റമ്പില്ലേ, ആ സ്റ്റമ്പിൽ ഡയറക്റ്റ് ഫുൾ ടോസ് കൊള്ളിക്കാൻ. റെഡ് കോണി നോക്കണ്ട, സ്റ്റമ്പിൽ നോക്ക്. സ്റ്റമ്പിൽ നേരെ കൊള്ളിക്കാൻ പാടുന്നത്. നൈസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് സൈഡാം വെച്ചിട്ട് ആക്ഷൻസ് ട്രൈ ചെയ്ത് നോക്കി. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സൈഡാം ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ പോലും ഈ ഒരു ആക്ഷൻ ഇല്ലേ, നിങ്ങളൊരു കുറച്ച് നാളത്തേക്ക് ഈ ഒരു ആക്ഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് തന്നെത്താനെ ഷാഡോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ക്രിക്കറ്റ് കളിക്കണ സമയത്താണെങ്കിലും അതുപോലെ നമ്മൾ സൈഡാം വരുന്ന സെഷൻസിലാണെങ്കിലും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ വിഷ്വലൈസേഷനാണ്. നമ്മളെ സാധനം നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധനം നമ്മൾ വിഷ്വലൈസ് ചെയ്യപ്പെടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ വർക്കൗട്ട് ഷെഡ്യൂൾ, നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ സാധനം വെക്കുന്നു, നമ്മളിത് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്താ റണ്ണപ്പ് എടുത്ത് വരുന്നു, ഞാൻ ആ സാധനത്തിൽ കൊള്ളിച്ചു. ഓക്കെ, ഞാൻ എൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, എല്ലാവരും നോക്കുക. ഇവിടെ നമുക്ക് സൈഡാമിൽ ഞാൻ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, 1 2 3 4 5 6 7 8 9 വരെ നമ്പേഴ്സ് ഉണ്ട്. 9 നമ്മൾ വെച്ചാൽ ഒരിക്കലും ക്രിക്കറ്റ് ബോൾ എറിയാറില്ല. നമ്മൾ ഈ ഒരു 6 കഴിഞ്ഞിട്ട് പിന്നെ മേലോട്ട് പോകുമ്പോഴത്തേക്കും ക്രിക്കറ്റ് ബോൾ വെച്ച് നമുക്ക് ഒരിക്കലും എറിയാൻ പറ്റത്തില്ല. അത് ടെന്നീസ് ബോളൊക്കെ വല്ലപ്പോഴും. ഇത് സാധനം പണ്ട് കണ്ടുപിടിച്ച് ഇംഗ്ലണ്ടിലാണ്. എന്തിനാണെന്നറിയോ? പട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക. പട്ടികൾക്ക് ബോള് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഡോഗ് സ്റ്റിക്ക് എന്നതിൻ്റെ പേര്. നമ്മൾ പുറത്തുനിന്ന് തന്നെ കോച്ചസൊക്കെ ആണെങ്കിൽ ഡോഗ് സ്റ്റിക്കേഴ്സ് എന്ന് നമ്മളെ സൈഡാം വരണവർ വിളിക്കുന്ന ഡോഗ് സ്റ്റിക്കേഴ്സ് എന്നാണ്. അവിടെ നാട്ടിലൊക്കെ ഉള്ള പേര് അതാ, ഡോഗ് സ്റ്റിക്കർ എന്നാണ്. ഇംഗ്ലണ്ടിലും മറ്റേ ന്യൂസിലൻഡിലൊക്കെ ഉള്ളവർ. ഇത് പണ്ട് കാലത്ത് തൊട്ട് ഇതുപോലെ ഇതിൻ്റെ ഒരു വലിയ സ്റ്റിക്കുണ്ട്. ഇതുപോലെ തന്നെ സെയിം കപ്പ്. ഇതുപോലെ ഇതൊന്നുമല്ല, ഒരു ഇങ്ങനെ ഇതുള്ളൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കപ്പും വലിയൊരു സ്റ്റിക്കായിട്ടൊരു സംഭവമുണ്ട്. അതിൽ ഈ ടെന്നീസ് ബോൾ വെച്ചിട്ട് നല്ല വലിച്ചെറിയും. ഈ 100 ഡോഗ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കാനും ബോൾ നല്ല ദൂരത്തേക്ക് പോയി ഫെച്ച് കൊണ്ടുവരാനായിട്ട് പണ്ട് കാലത്ത്, അതായത്
16th സെഞ്ചുറി 17th സെഞ്ചുറിയിലൊക്കെ കണ്ടുപിടിച്ച സംഭവമാണിത്. അവിടെ നിന്നാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ, ഇപ്പോൾ ഒരു ലെജൻഡ് അവിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ മറ്റേ മഗ്രാത്ത് അവരൊക്കെ ടൈമിലുള്ളവർ ഇൻവെൻറ്റ് ചെയ്താണ് റോബോആം എന്നുള്ള സംഭവം. അതിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ എടുത്തിട്ട് കണ്ടുപിടിച്ച സാധനമാണിത്. നമ്മളിപ്പോൾ വീണ്ടും സൈഡ് ആം എന്ന് പറഞ്ഞ എക്യുപ്മെൻറ്റിന് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. ഒരു സിംഗിൾ കപ്പായിരുന്നു സൈഡ്, ഈ സ്റ്റിക്ക് വിത്ത് സിംഗിൾ കപ്പ്. നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അത് എല്ലാവർക്കും കൂടി സെയിം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴാണ് ഈ അഡ്വാൻസ്ഡ് റോബോആം കണ്ടുപിടിച്ചത്. നമുക്ക് ആവശ്യത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ ഈ കപ്പിൻ്റെ ഹോൾഡറിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോൾ നിങ്ങൾ എറിയുമ്പോൾ എപ്പോഴും ആ ഒരു നമ്പർ മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് കിട്ടുന്ന നമ്പർ. നമ്മൾ ചെയ്യുന്ന സംഭവം 70-80% ഓക്കെ ആവും. ഈ ആക്യുറസി നമ്മൾ കറക്റ്റാക്കി കഴിഞ്ഞാൽ ബാക്കി സ്പീഡ് മെയിൻ്റനൻസും ഡെവലപ്മെൻറ്റും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോർമലി സ്പീഡ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നിന്നിട്ട് ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇട്ട് ഓടി ഒന്ന് വലിച്ചെറിഞ്ഞോളാൻ പറഞ്ഞാൽ നമുക്ക് സ്പീഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. നമുക്ക് ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. നമ്മുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആ സാധനം വെച്ചിട്ട് നമ്മുടെ ഈ ടാസ്ക്, ഈ ഏരിയ നമ്മൾ ആ വെച്ചേക്കുന്ന ഒരു ടാർഗറ്റ് അതിൽ ഹിറ്റ് ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഡിഫിക്കൽട്ടുമാണ്. ആ സാധനം നമ്മൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്പീഡ് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈഡ് ആമിൻ്റെ സെഷൻ എന്ന് പറഞ്ഞ ബേസിക് സാധനം ഇതാണ്. ഓക്കെ, ഈ ടാർഗറ്റ് ഹിറ്റിംഗ് ആണ് അതിൻ്റെ റീസൺ. എന്താ, നമ്മൾ സൈഡ് ആമേഴ്സ് നമ്മൾ സ്ഥിരമായിട്ട് സൈഡ് ആമേഴ്സ് എറിയണവരാണ്. സോ നമ്മൾ ക്ലബ് ക്രിക്കറ്റിനാണെങ്കിലും നമ്മൾ പ്ലേയേഴ്സിനാണെങ്കിലും നമ്മൾ സൈഡ് ആം ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സൈഡ് ആം ഫീഡ് ചെയ്യുമ്പോൾ അതിനൊരു മീനിങ് വേണം. ബാറ്റ്സ്മാൻ വന്നു, അല്ലെങ്കിൽ ഒരു 1 ഡൗണോ 2 ഡൗൺ വരെയുള്ള ബാറ്റ്സ്മാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെപ്പോഴും ഓക്കെ, നമ്മളെന്താ ചെയ്യണേ, ന്യൂ ബോളിൽ സ്വിങ്, ഹാർട്ട് ലെങ്സ്, ഇൻ സ്വിങ്, ഔട്ട് സ്വിങ്സ്, അത് നമ്മുടെ ബേസിക് സംഭവം. അവിടുന്ന് പിന്നെ ബാറ്റ്സ്മാൻ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്താൽ, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ട്രിഗറൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും അവനെ ഓവർകം, നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചലഞ്ചിനെ ഓവർകം ചെയ്യാനായിട്ട് ബാറ്റ്സ്മാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ ആ ഹാർട്ട് ലെങ്സ് മെയിൻറ്റെയിൻ ചെയ്താണ് പോണത്. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഒരു ഹയർ ലെവലിലോട്ട് പോകുമ്പോഴുള്ള കാര്യം പറയണേ. നമുക്കൊരു ലീഗാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഹയർ ലെവലിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ അവർ നമ്മുടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. സ്പീഡ് തേർഡാണ്. ഓക്കെ, കൺസിസ്റ്റൻസി, ആക്യുറസി, സ്പീഡ്. ഈ കൺസിസ്റ്റൻസി ആക്യുറസിയാണ് അവർ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത്. ഒരു ഡെത്തിൽ തന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ബോൾ യോർക്കറാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ യോർക്കർ കയറണം. മനസ്സിലായോ? ഞങ്ങളിപ്പോൾ IPL ആ ലെവലിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഡെത്ത് ഇറങ്ങുന്ന ഇപ്പോൾ RCB ദിനേശ് കാർത്തികോ മാക്സ്വെല്ലോ അങ്ങനെ ആരെങ്കിലൊക്കെ നിന്നിട്ട് ഫസ്റ്റ് ബോൾ ചോദിക്കണ യോർക്കറായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ലോവർ ആയിരിക്കും ചോദിക്കണേ. നമ്മളപ്പോൾ അവർ ചോദിക്കണ സാധനം അപ്പം തന്നെ എറിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രാക്ടീസ് ഇല്ലേ, ഇത് ആരെങ്കിലും അത് ചെയ്യാറുണ്ടോ? നമ്മൾ ബാറ്റ്സ്മാൻ എറിയണ അല്ലാണ്ട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതായത് എനിക്കിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ ചെയ്യണ കാര്യം ഇതാ, ഞാൻ മെയിൻ ചെയ്യണ കാര്യം അതാ. ഞാനൊരു 10 ഓവർ എറിയും. ഓക്കെ, 10 ഓവർ എറിഞ്ഞിട്ട് ഞാൻ തന്നെ മാർക്ക് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ആളുടെ അടുത്ത് ഒരേടാ ഈ സാധനം ഇതുപോലെ വരെ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ യോർക്കർ, ഫുൾ ടോസ്, ഞാൻ പറയും എടാ ഞാൻ എറിയാൻ പോണ ബോൾ ഇതാണ്, ഞാൻ ഗുഡ് ലെങ്ത്താണ് ട്രൈ ചെയ്യാൻ പോണേ, ആ കോളാണ് എറിയാൻ പോണേന്ന് പറയും, ചെയ്യും. ഞാനൊരു 10 ഓവർ, ഒരു 15 ഓവർ, ഒരു 20 ഓവറൊക്കെ ചിലപ്പോൾ നമ്മൾ എറിയും. അതെന്താ വെച്ചാൽ നമുക്ക് ബാറ്റ്സ്മാനെ എറിയണേക്കാളും കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയത്. ഓക്കെ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയാലേ നമുക്കൊരു ബാറ്റ്സ്മാനെ നമുക്ക് 100% ട്രൂ ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ സൈഡ് ആമേഴ്സ് എന്ന് പറഞ്ഞാൽ ബാറ്റ്സ്മാൻമാരെ ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, അവരുടെ ഇമ്പ്രൂവ്മെൻ്റാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഇത് കിട്ടും നമ്മൾ എത്ര ബെസ്റ്റാന്നുള്ള കാര്യം. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ആരെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരെണ്ണം പോലും ഹിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ചെയ്യുമ്പോൾ ഒരെണ്ണമെങ്കിലും ഹിറ്റ് ചെയ്യാൻ നോക്കുക. ഇന്ന് എന്ത് ചെയ്തോ അതിനെ ചലഞ്ച് ചെയ്ത് നാളെ ബെറ്റർ ആക്കുക. നമ്മൾ വേറെ ആൾക്ക് കോമ്പറ്റീഷൻ അല്ല, നമുക്ക് തന്നെ കോമ്പറ്റീഷൻ വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്താണോ അതിൻ്റെ ബെറ്റർ ആവണം നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടാർഗറ്റ് ഹിറ്റിങ് എല്ലാവരും, ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും നമ്മൾ ചെയ്യണവരാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഹിറ്റിംഗ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സൈഡ് ആമിൽ. ഓക്കെ, അങ്ങനെ വെച്ചാൽ കുറേ ടിക്ക് വീണേനെ. പക്ഷേ എപ്പോഴും ഏറ്റവും ഹാർഡസ്റ്റ് തിങ്ങാണ് നമ്മൾ ഫസ്റ്റ് ലേൺ ചെയ്തെടുത്താൽ പിന്നെ ബാക്കിയെല്ലാം മാസ്റ്റർ ചെയ്യാൻ എളുപ്പമാണ്. ഇതാണ് സൈഡ് ആമിൽ ഏറ്റവും മാസ്റ്റർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നമ്മൾ ത്രോ ഡൗൺ ചെയ്യുമ്പോൾ ടാർഗറ്റ് ഹിറ്റിംഗ് ഇതാണ് നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഈ സാധനമാണ് നമ്മൾ ഏറ്റവും മാസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യം മറക്കാണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്ക് പലരെയും ഫസ്റ്റ് സെഷനാണെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ഇപ്പോൾ നിങ്ങൾ എറിയണവരാണെങ്കിലും കറക്റ്റായിട്ട് ഈ സാധനം ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ടാർഗറ്റ് ഹിറ്റിങ് നിങ്ങൾക്ക് ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 5 ഓവറെങ്കിലും എറിയാൻ പറ്റിയ സെറ്റാണ്. ഡെയിലി ഒരു 5 ഓവർ വെച്ചിട്ട്
എല്ലാ ദിവസവും എറിഞ്ഞു. അതായത് പ്രാക്ടീസ് 5 ഓവർ എറിയാൻ നിസ്സാര സമയം മതി. ഓക്കെ, 30 ബോൾ എറിയാൻ നിസ്സാര സമയം മതി ഒരാൾക്ക്. വരിക 6 ബോൾ എറിയുക, 6 ബോൾ എറിയുക, 6 ബോൾ എറിയുക, അങ്ങനെ ഒരു 30 ബോൾ ഒരു ദിവസം. അങ്ങനെ 30 ബോൾ വെച്ചിട്ട് ഒരു വർഷം മൊത്തം നിങ്ങൾ എറിഞ്ഞു നോക്കി, നിങ്ങൾക്ക് ഇവിടെ ഒരു സാധനം ഫീഡാവും, മസിൽ മെമ്മറി. ഓക്കെ, പിന്നെ കണ്ണടച്ച് വന്നിട്ട് ഗുഡ് ലെങ്ത് എന്ന് പറഞ്ഞാലും നമുക്ക് വയ്യെങ്കിലും നമ്മുടെ കൈൻ്റെ ഈ മസിൽ മെമ്മറി പോയിട്ട് ആ ബോൾ ഗുഡ് ലെങ്ത്തിൽ ഇട്ട് തരും. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയണ. കാരണം ഞാൻ അത്രയും എറിഞ്ഞ് പഠിച്ചിട്ടുണ്ട്. കാരണം തന്നെത്താൻ ഈ ടാർഗറ്റ് ഹിറ്റിങ് പഠിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ അത്രയും സെഷൻ ചെയ്തിട്ടും ബോഡി ഫുള്ള് വീക്കാണ്. അതെനിക്ക് ഓടാൻ പറ്റണില്ല. അതായത് എറിഞ്ഞെറിഞ്ഞ് ഒരു 100-110 ഓവർ കഴിഞ്ഞ്. ഓക്കെ, ഞങ്ങൾ രാവിലെ മറ്റേ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിൻ്റെ കൂടെ ഞങ്ങളൊരു ഗ്രൗണ്ടിൽ പോയി. രാവിലെ 8 മണിക്ക് പോയി. അവിടെ പ്രാക്ടീസ് 1 മണി വരെ പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് വീണ്ടും 2 മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വൈകുന്നേരം 4 മണി തൊട്ട് ടീമിൻ്റെ സെഷൻ, 4 to 6 ടീമിൻ്റെ സെഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സ്റ്റെൻഡഡ് സെഷൻ വന്നു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന് പ്രിപ്പറേഷന്. അപ്പോഴത്തേക്കും ബോഡി അതായത് ബോഡിയൊക്കെ നീങ്ങണത് മസിൽ മെമ്മറിയിലാണ്, കാലൊക്കെ നീങ്ങണ മസിൽ മെമ്മറിയിലാണ്. വേറെ ഒന്നും ചെയ്യാനുള്ള, ജസ്റ്റ് ഇവിടുന്ന് വരുന്നു, ഇവിടുന്ന് ഇത്രയേ ഞാൻ വിടുന്നുള്ളൂ. ബാക്കി ആ ബോൾ എനിക്ക് വേണ്ട സാധനം ഞാൻ ബ്രെയിനിൽ പറയുക, ഈ ബോൾ ഗുഡ് ലെങ്ത് വേണമെന്ന്. അപ്പോൾ എന്താ, എൻ്റെ ഇവിടെ ഫീഡ് അയക്കണ മസിൽ മെമ്മറിയാണ്. എൻ്റെ മനസ്സിൽ ഗുഡ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് മെസ്സേജ് പോവുക. ഓക്കെ, ഷോൾഡർ ഇട്ടും ഇവിടേക്ക് മെസ്സേജ് പോയേക്കുക, ആ ബോൾ ഗുഡ് ലെങ്ത് വേണം. ആ മസിൽ മെമ്മറിയിൽ ആ ബോൾ അവിടെ വീഴണേ. ഓക്കെ, നമുക്ക് പിന്നെ എഫേർട്ട് പകുതി ഉള്ളൂ. ഇതാണ് നമ്മളെ സൈഡ് ആമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെഷൻ, ടാർഗറ്റ് ഹിറ്റിംഗ്. അതാണ് നമ്മളിപ്പോൾ മാസ്റ്റർ ചെയ്തത്. ഓക്കെ, ഈ സാധനം നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് എല്ലാവരും പറ്റണവരൊക്കെ എനിക്ക് മന്ത്ലി വീഡിയോ അയച്ചു തരണം. ഓക്കെ, നിങ്ങൾ ചെയ്യണതിൻ്റെ ഒരു വീഡിയോ എനിക്ക് അയച്ചു തരണം. ഞാൻ അതെന്തായാലും അത് അനലൈസ് ചെയ്തിട്ട് വാട്സപ്പിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ സെഷൻ ചെയ്യണ സമയത്ത് അല്ലാണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും, അത് വാട്സപ്പ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതിലേക്ക് നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യണം, എപ്പോഴൊക്കെ വീഡിയോ അയച്ചാൽ എന്നാലും എനിക്ക് സന്തോഷമുള്ളൂ പറഞ്ഞുതരാം. ഓക്കെ, ഒരു 5 പേരും കളിച്ചാൽ അടുത്ത റൗണ്ട് പോകും നമ്മൾ. ഓക്കെ, എവിടെ വാച്ച് പോയേ. ഇനി ആരെങ്കിലും ഉണ്ടോ? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത്രയും നേരം വന്നേ.